ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാഷ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോൾ ബ്ലാഡർ സർജറി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 months കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.25 വർഷത്തോളമായിട്ടുണ്ട്. ഞങ്ങൾ ഈ സർജറിനെ കുറിച്ചുള്ളൊരു പേടിയുണ്ട്. ഞാൻ വേറെ പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിരുന്നു. അക്യുപങ്ക്ചർ, ഹോമിയോ, യൂനാനി, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ സർജറിനോടുള്ള എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 90% വീഡിയോസും നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലാണ്. ഓരോ യൂട്യൂബേഴ്സും കുറേ പേര് പറയുന്നുണ്ട്, ഓരോ ഡോക്ടേഴ്സും നമ്മളുടെ അടുത്ത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നും സർജറി ചെയ്യാനായിട്ട്. കാരണം ഈ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് മര്യാദക്ക് കഴിക്കാൻ പറ്റില്ല, എപ്പോഴും ഗ്യാസ് കയറും, അങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ എനിക്കുണ്ടായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഞാനും സർജറി വേണ്ടെന്നുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. രാത്രി എന്ത് ഫുഡ് കഴിച്ചാലും രാവിലെ എന്ന് പറയാൻ പറ്റില്ല, വെളുപ്പിന് 2 മണി 3 മണിയാകുമ്പോൾ എനിക്ക് പെയിൻ തുടങ്ങും. അടുത്തുള്ള ക്ലിനിക്കിൽ പോകും, ഇഞ്ചക്ഷൻ എടുക്കും, പെയിൻ്റെ ഇഞ്ചക്ഷൻ, വേദനയുടെ ഇഞ്ചക്ഷൻ, ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ, ഇതൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ പോകും. ഇത് തന്നെ റിപ്പീറ്റായി അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഇതെനിക്ക് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാനിനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സർജറിക്ക് തീരുമാനിച്ചു. ഹോസ്പിറ്റലിൽ പോയി അടുത്ത ദിവസത്തിന് സർജറിക്ക് ഡേറ്റ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് അത്രയും ക്രിട്ടിക്കലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ സർജറി ചെയ്തു. കീഹോൾ സർജറിയാണ് നമുക്ക് ചെയ്യുക. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ, പിത്താശയത്തിൽ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ പിത്താശയം എടുത്ത് കളയും. അതുപോലെ തന്നെ എനിക്കും പിത്താശയം എടുത്ത് കളഞ്ഞു. നമ്മൾ ICUലായിരിക്കും. നമ്മളുടെ കൂടെ വന്ന ബൈസ്റ്റാൻഡേഴ്സിനെ എടുത്ത് കളഞ്ഞ സംഭവം അവർ കാണിച്ചു കൊടുക്കും. സ്റ്റോൺ ആയാലും പിത്താശയായാലും ഒക്കെ അവർ കാണിച്ചു കൊടുക്കും. അപ്പോൾ എനിക്കുണ്ടായിരുന്നത് 14 സ്റ്റോണായിരുന്നു. 4 millimeter ആയിരുന്നു സൈസ് വന്നിരുന്നത്. 14 സ്റ്റോണും ഈ പിത്താശയും ഇവർ കാണിച്ചു കൊടുത്തിരുന്നു. അത് ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കാം. എൻ്റെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഡിസ്ചാർജായി പോന്നു. 10 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിവ്യൂ പറഞ്ഞിരുന്നത്. ഈ 10 ദിവസവും എനിക്ക് ഗ്യാസ് ആയിരുന്നു. ഫുൾ ടൈം ഗ്യാസ് കയറും. നമ്മൾ ഫുഡ് തന്നെ നമുക്ക് മര്യാദക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത്. 10 ദിവസം നമ്മളോട് കഞ്ഞി, നന്നായി വെന്തിട്ടുള്ള ചോറ്, പിന്നെ ക്യാരറ്റ്, ഇങ്ങനെ അധികം എരിവൊന്നും ഇല്ലാണ്ട് വെളിച്ചെണ്ണ ഒന്നും ഇല്ലാതെ ചിക്കിയ ക്യാരറ്റ്, തൈര്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കഴിച്ചിരുന്നത്. അപ്പോൾ ഈ ഫുഡ് കഴിച്ചാലും എനിക്ക് ഗ്യാസ് കയറി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫുൾ ടൈം. അപ്പം ഞാൻ ഉറപ്പിച്ചു, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനിത് ഇങ്ങനെ തന്നെ ആയിരിക്കും, എനിക്കൊരു ഫുഡും കഴിക്കാൻ പറ്റില്ല, എൻ്റെ മരണം വരെ ഞാൻ ഈ ഗ്യാസ് ട്രബിൾ കൊണ്ട് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ള വിഷമം എനിക്ക് മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഒരുപാട് കുറ്റബോധം തോന്നി. ഞാൻ സർജറി ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത് വരെ എനിക്ക് തോന്നി 10 ദിവസം കൊണ്ട്. 10ാമത്തെ ദിവസം നമ്മൾ റിവ്യൂവിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. ചെല്ലുമ്പോൾ തന്നെ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്കാൻ ചെയ്തപ്പോൾ അതിൽ പിത്താശയത്തിൽ നിന്ന് ഒരു കല്ല് പിത്തനാളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് സർജറിക്ക് തൊട്ട് മുന്നായിട്ട് നമുക്ക് സ്കാൻ ചെയ്യും. ആ സ്കാനിങ്ങിന് ഇടയിലായിട്ടാണ് ഈ സ്റ്റോൺ പോയിട്ടുള്ളതെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞത് നമുക്ക് മെഡിസിൻ ചെയ്തിട്ട് നോക്കാം. അവിടെ അഡ്മിറ്റ് ചെയ്തു. എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റ്, സ്കാനിങ്. അതിനിടയിൽ എനിക്ക് ബിലിറൂബിൻ കൂടി. സംഭവം എന്താ, ഈ സാധനം അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമുക്കവിടെ ഇൻഫെക്ഷൻ വരും. അങ്ങനെയാണ് നമുക്ക് മഞ്ഞപ്പിത്തം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സർജറി ചെയ്യാൻ ലേറ്റ് ആയാലും എനിക്ക് ചെറുതായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു സർജറി ചെയ്തപ്പോൾ. അപ്പോൾ ഈ സർജറി ചെയ്യാൻ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഫെക്ഷൻസ് കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ബിലിറൂബിൻ കൂടും, മഞ്ഞപ്പിത്തമായി നമുക്ക് അതിനേക്കാൾ വലിയ സിറ്റുവേഷൻസിലെത്തും. അപ്പോൾ ഞങ്ങൾ മെഡിസിൻ ചെയ്തു. 4 ദിവസം ഞാൻ അഡ്മിറ്റായി. ആൻറ്റിബയോട്ടിക്സ്, ഇഞ്ചക്ഷൻസും മെഡിസിനൊക്കെ ആയിട്ട് എടുത്തു. അങ്ങനെ ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോൺ കാണുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. പിത്തനാളിയിലുള്ള സ്റ്റോൺ കാണുന്നില്ല, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ വീണ്ടും ഗ്യാസ് കയറി. അത് ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. രാവിലെ 6 മണിയായപ്പോൾ ഗ്യാസ് കയറിയിട്ട് വൈകുന്നേരം 6:30 വരെ 5 മിനിറ്റ് ഗ്യാപ്പ് പോലും എനിക്ക് കിട്ടിയില്ല ഈ ഗ്യാസിൽ നിന്ന്. ആ ഒരു 5 മിനിറ്റ് പോലും മോചനം ഉണ്ടായില്ല. ഫുൾ ടൈം ഗ്യാസ് കയറിയിട്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട്. ഇവർ വിളിക്കുമ്പോൾ നമുക്ക് ഓരോ മെഡിസിൻ പറഞ്ഞു തരും. സിറപ്പ് ഉണ്ട്, ആ സിറപ്പ് ഇത്ര കുടിക്കാൻ പറയും. വേറെ സിറപ്പ് പറഞ്ഞു തന്നു, വേറെ മെഡിസിൻ പറഞ്ഞു തന്നു. ലാസ്റ്റ് 6:30 ആയപ്പോൾ
എനിക്ക് വാട്സപ്പിലൊരു ഇഞ്ചക്ഷൻ്റെ പേര് അയച്ചു തന്നു. ഏതെങ്കിലും ക്ലിനിക്കിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് എനിക്കത് കുറഞ്ഞത്. വീണ്ടും കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് തന്നെ സംഭവം, എനിക്ക് സെയിം സംഭവം തന്നെ റിപ്പീറ്റ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ചു. അപ്പോൾ എല്ലാവരും വേറെ എവിടെയെങ്കിലും കാണിക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി. ഈ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഞാൻ എൻ്റെ ഹിസ്റ്ററി ഒക്കെ കൊണ്ടാണ് പോയത്, എൻ്റെ ഡിസ്ചാർജ് സമ്മറി കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് എൻ്റെ സമ്മറിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ഗ്യാസിനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഇവരെൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് അപ്പോൾ അതിൽ നോക്കിയപ്പോൾ റിസൾട്ട് വന്നപ്പോൾ SGPT SGOT ഒക്കെ ഉണ്ട്. ആ സംഭവം എനിക്ക് 803. നോർമൽ വാല്യൂ 30-35, ആ ഒരു വാല്യൂ ആണ് 35. അതിൽ നിന്നും എനിക്ക് 803 SGPT SGOT ഒക്കെ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ലിവർ ഫാറ്റി ലിവർ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും വരില്ല. അപ്പോൾ ഇത് ആ സ്റ്റോൺ നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ എൻ്റെ സർജറി ചെയ്ത ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പോയി അഡ്മിറ്റായി. പിറ്റേ ദിവസം MRI സ്കാൻ ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോൾ സ്ഥിരീകരിച്ചു, പിത്തനാളിയിൽ സ്റ്റോൺ ഉണ്ട്. പിത്തനാളിയുടെ തുമ്പത്തായിട്ട് ഒരു സ്റ്റോണ് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്, ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് SGPT SGOT ഒക്കെ കൂടുതലായത്. പിന്നെ ഈ ഗ്യാസ് കയറുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ പിറ്റത്തെ ദിവസം ERCP എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫണ്ടായാലും നമ്മളുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളായാലും ഒക്കെ നമ്മൾ വീണ്ടും ഒരു സർജറിക്കുള്ള സംഭവം തന്നെ. ആദ്യം ചെയ്ത സർജറിയുടെ അതേ ഫണ്ട് തന്നെ നമുക്ക് ഈ ERCP ചെയ്യുന്നതിനുമായി. കാരണം നമുക്ക് അനസ്തേഷ്യ തന്നു. നോർമൽ സാധാ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ജസ്റ്റ് വായ ധരിപ്പിക്കുകയുള്ളൂ. ഇത് എൻഡോസ്കോപ്പി പോലെ തന്നെ, പക്ഷേ എനിക്ക് അനസ്തേഷ്യ തന്ന് വായിൽ കൂടെ പൈപ്പിട്ട് ഉള്ളിൽ 7 സെൻറ്റിമീറ്റർ ഉള്ളൊരു സ്റ്റെൻറ്റാണ് ഇട്ടിരിക്കുന്നത്. അത് പിത്തനാളി ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ആ സ്റ്റോൺ അങ്ങനെ പോകുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇനി അത് 2 മാസം കഴിഞ്ഞും അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് അത് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നോർമൽ എൻഡോസ്കോപ്പി ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഈ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വരുന്നതിന് മുന്നേ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നതിന് മുന്നേ ഹോസ്പിറ്റലുകാരോട് പറയണം നമുക്ക് സ്കാൻ ചെയ്യണം, എനിക്ക് എൻ്റെ പിത്തനാളിയുടെയും അതുപോലെ തന്നെ പാൻക്രിയാസിൻ്റെയും ഈ രണ്ടിൻ്റെയും അവസ്ഥ എന്താണെന്ന് അറിയണം. കാരണം എൻ്റെ ഒപ്പം തന്നെ അവിടെ വേറൊരു കൊച്ചും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ആ കുട്ടിക്കും എൻ്റെ അതേ കണ്ടീഷനായിരുന്നു. ആ കുട്ടിക്ക് പാൻക്രിയാസിലും ഈ ബൈൽ ഡക്റ്റിലും ഉണ്ടായിരുന്നു. ഈ 2 സ്ഥലത്തും ആ കുട്ടിക്ക് സ്റ്റെൻറ്റ് ഇട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മൾ ആ സമയത്ത് പറയായിരുന്നെങ്കിൽ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ നമ്മൾ പറയായിരുന്നെങ്കിൽ ഇത്രയും വേദന ഞാൻ സഹിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഗോൾ ബ്ലാഡറിൻ്റെ സർജറി ചെയ്യുന്നവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ സ്കാൻ ചെയ്യുക. സർജറി കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യുക. ഈ ബൈൽ ഡക്റ്റും പാൻക്രിയാസും അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് വേദന സഹിക്കേണ്ടി വരും. പിന്നെ ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഞാനടക്കമുള്ള ഒരുപാട് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഇപ്പോൾ നമുക്ക് ഗ്യാസ് കയറിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്കിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഞാൻ ബീഫ് ഒഴിവാക്കിയതാണ്. അത് കുറച്ച് അത്യാവശ്യം നല്ല ഫാറ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. ബാക്കി എല്ലാ ഫുഡും ഞാൻ കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. പാല് എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതൊക്കെ എല്ലാവരും തെറ്റിദ്ധാരണയാണ്. എൻ്റെ സർജറി കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല മറ്റുള്ള ഫുഡുകളൊക്കെ കഴിച്ചിട്ട്. അത്യാവശ്യം നല്ലോണം നോർമലായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതാണ് ഇതിനുള്ള ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക. അതുപോലെ ഫുഡ് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുക. അങ്ങനെ അപ്പോൾ ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ പിത്താശയത്തിൽ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ചെയ്യാതിരുന്നാലാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് വരിക. ഇപ്പോൾ ഞാൻ ഇത്രയും നാളിത് വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് എനിക്കതിൽ ഇൻഫെക്ഷൻ വന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത്, സർജറി കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കാൻ ചെയ്യുക. ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നതിന് മുന്നേ അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് സ്കാൻ ചെയ്യുക. അത് സ്ഥിരീകരിക്കുക നിങ്ങളുടെ ബൈൽ ഡക്റ്റിൻ്റെ ആയാലും
പാൻക്രിയാസിൻ്റെ ആയാലും അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കുക. കാരണം ഈ വേദന ഈ പാൻക്രിയാസിലായാലും ബൈൽ ഡക്റ്റിലായാലും കല്ല് വന്നിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് തന്നെ ശരീരം അത് പ്രകടിപ്പിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് അത് 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അറിയുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് ആ സമയത്ത് തന്നെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഈ പിത്താശയത്തിലെ കല്ലുണ്ട് അല്ലെങ്കിൽ അവർ സർജറി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.